അങ്ങനെ നിധിയുടെ കല്യാണ ദിവസം എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ആദ്യം നമ്മൾ പോകുന്നത് ഹൽദിയും സംഗീതത്തിനും വേണ്ടിയിട്ടാണ്. രണ്ടും ഒരു ദിവസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ കോഴിക്കോട് നിന്ന് പയ്യന്നൂർ വരെ നമ്മളൊരു ഡ്രൈവാണ് പ്ലാൻ ആക്കിയിട്ടുണ്ടായത്. 5:30 AM സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും വിശപ്പിന്റെ മെയിൻ ടീംസ് ആയത് കാരണം ആദ്യം തന്നെ നമ്മളൊരു ചായക്കട നിർത്തിയിട്ട് നല്ല കിടിലൻ ചായയും പഴംപൊരിയും നെയ്പ്പത്തലൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂർ എത്തിയപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുലരി ഹോട്ടലിൽ കയറി. കണ്ണൂർ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അവിടെ ചെന്നപ്പം രാവിലെ ആയത് കാരണം അധികം തിരക്കുണ്ടായില്ല. നമ്മൾ അവിടുത്തെ തന്നെ മെയിൻ ഐറ്റംസ് ആയ കല്ലുമ്മക്കായ റോസ്റ്റും പിന്നെ നല്ല അപ്പവും മട്ടൺ സ്റ്റൂവും ഒക്കെ ഓർഡർ ചെയ്തു. എല്ലാം വളരെ റീസണബിൾ പ്രൈസിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കിട്ടില്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും ഉഷാറായി. ഇത്രയും നേരമുള്ള ഒരു ജേർണി അല്ലേ. 10:30 ഹൽദി സ്റ്റാർട്ട് ആക്കേണ്ടിരുന്നത്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നമ്മൾ അവിടെ കല്യാണ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഒന്ന് വികാസ് ചേട്ടൻ്റെ വീട്ടിൽ കയറി ഒന്ന് ഫ്രഷ് ആവാൻ തീരുമാനിച്ചു. കാരണം ഇത്രയും ജേർണി കഴിഞ്ഞ് നമ്മൾ വന്നേക്കുന്നതല്ലേ. സോ നമ്മൾ ഫ്രഷ് ആയിട്ട് വേഗം കല്യാണ വീട്ടിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അവിടെ എത്തിയപ്പം നമ്മൾ വിചാരിച്ചു നിധി തെറി വിളിക്കുമായിരിക്കും, കാരണം നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഹൽദി സ്റ്റാർട്ട് ആക്കാൻ. പക്ഷെ അവിടെ എത്തി നമ്മുടെ കോളേജ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. നിധിയുടെ അച്ഛനും അമ്മേനെയും കസിൻസിനെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഇറ്റ് വാസ് വെരി നൈസ്. എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചെറുതായിട്ട്. പിന്നെ നമ്മൾ നിധിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഹൽദി ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞ കുപ്പായൊക്കെ ഇട്ട് നിധിയുടെ കല്യാണം നടക്കാന്ന് പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ഹൽദി സെലിബ്രേഷൻസ് നമുക്ക് കാണാം. അങ്ങനെ സെലിബ്രേഷന് ശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ കയറി. നല്ല കിഡിലെ ഫ്രൈഡ് റൈസും ചിക്കനൊക്കെ ആയിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. ഫുഡ് അടി ടൈം ആകുമ്പോൾ എല്ലാ ടീംസും ഹാജരാകും. എവിടെ നിന്നല്ല എവിടെന്നേലും അവരെത്തിയിരിക്കും. അങ്ങനെ ഫുഡ് അടിക്കുന്ന ശേഷം നമ്മൾ നേരെ സ്റ്റേഡ് അങ്ങോട്ടേക്ക് പോയി. കല്യാണം നെക്സ്റ്റ് ഡേ ആണ്. ഇന്നിപ്പം ഹൽദിക്ക് ശേഷം സംഗീതം കൂടി ഉണ്ട് വൈകുന്നേരം. എല്ലാവരും ഏകദേശം ഒരു പരുവത്തിലായി. ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഓഡിറ്റോറിയം. അയോധ്യ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നിധിയുടെ കല്യാണം ഉള്ളത്. നേരെ ഓപ്പോസിറ്റ് ആയത് കാരണം നാളെ ലേറ്റ് ആയാലും വേഗം എത്താന്നുള്ള സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റ് ഫുൾ മേക്കപ്പ് പ്രിപ്പറേഷൻസിലായിരുന്നു. സംഗീതന് നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന്. ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് നമ്മൾ ഫുള്ളി സെറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിരുന്നു. അതിനൊക്കെ ശേഷം എല്ലാവരും ഒന്ന് റെഡി ആയിട്ട് നേരെ നമ്മൾ നിധിയുടെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു സംഗീതം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പം അവിടെ ഫോട്ടോഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞ പാടെ തന്നെ എൻ്റെ ബാക്കിയുള്ള കോളേജ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. എല്ലാവരെയും കണ്ടു. എല്ലാവരും ഡാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാവരുടെയും മോട്ടിവേഷനിലൂടെ നമ്മൾ വളരെയധികം നന്നായി കളിച്ചു എന്ന് വിശ്വസിക്കുന്നു. യൂട്യൂബ് കോപ്പിറൈറ്റ് കാരണം ഞാൻ മ്യൂസിക് ഇടുന്നില്ല, വിഷ്വൽസ് കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരുടെ ഡാൻസും പരിപാടിക്കൊക്കെ ശേഷം നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ കയറി. ലൈവായിട്ട് അപ്പവും ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. അവിടെ നല്ല കിട്ടുന്ന ഫുഡായിരുന്നു. ഐസ്ക്രീമും ഉണ്ടായിരുന്നു അറ്റ് ദി എൻഡ്. അതെല്ലാം കഴിച്ച് വളരെ സന്തോഷമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹൽദിയും സംഗീതമൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടെ നമ്മുടെ ബാക്കി ഓഫീസ് ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ജുവൈൻ, സഫാൻ, അനീസ്, നമ്മുടെ ക്യൂബിക്കിൾ മീറ്റ്സ് എല്ലാവരും എത്തി. നമ്മളെല്ലാവരും കണ്ട് കുറേ നേരം കത്തിയൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ നേരെ റൂമിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം തന്നെ ഏകദേശം ലേറ്റായി. ഇനിയും നമ്മൾ ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ കല്യാണത്തിന് നമ്മൾ ലേറ്റാവും. അങ്ങനെ ഫുഡിൻ്റെയും പാട്ടിനും ഒക്കെ ശേഷം നമ്മൾ നേരെ റൂമിലേക്ക് പോവാം. ഇനി പാട്ട് വ്ളോഗിൽ കല്യാണം കാണാം.